ഹലോ നമസ്കാരം. ഇടവേള റാഫിയാണ്. കലാകൃഷി യാത്ര എന്നാണ് നമ്മളെ കണ്ടൻറ്റിൻ്റെ പേര്. ഞാൻ 3-4 വീഡിയോസൊക്കെ കാണിച്ചതാണ് എൻ്റെ പ്രിയപ്പെട്ട മച്ചുവിൻ്റെ പറമ്പ്. ഓക്കെ, പറമ്പിൽ കൊത്തിക്കളച്ചുണ്ടാക്കിയ പച്ചക്കറികളൊക്കെ ആയി തുടങ്ങി. കണ്ടോ, വഴുതനൊക്കെ ആയി. കണ്ടോ, നല്ല സൂപ്പർ വഴുതന. കണ്ടോ, എല്ലാ മരങ്ങളിലും സെപ്പറേറ്റ് കായ്ച്ചു കൊണ്ടിരിക്കുന്നു. കാണുമ്പോൾ സന്തോഷമാണ്, അഭിമാനമാണ്. ഓക്കെ, വഴുതന നീളം വഴുതനങ്ങ കേട്ടോ. ഈ തടിച്ച ഉരുളൻ വഴുതനയുണ്ട്, നീളം വഴുതന. നമുക്ക് വിത്ത് തരുന്ന സമയത്ത് ഏതാണെന്നും അറിയില്ല, നമ്മൾ കുഴിച്ചിട്ടു. ഇവരെത്രത്തോളം വളർത്തിയെടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താ വാഴത്തൈകൾ, മീൻസ് ഇത് റോബസ്റ്റാണ്. ഈ ഒരാൾ ഹൈറ്റേ വരുള്ളൂ. ഒരു കുള്ളൻ വിഭാഗത്തിൽപ്പെട്ട റോബസ്റ്റ് കന്നാണ്. അടിപൊളിയായിട്ട് ഇതുവരെ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കണു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന, അനുഗ്രഹം. ഓക്കെ, കണ്ടോ, വഴുതനത്തൈകളെല്ലാം സക്സസ്ഫുള്ളായി. എല്ലാ കമ്പിലും കായ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേറെ വിശേഷം. നമ്മുടെ ചെറുപക ഐറ്റംസ് മുളക്, അതുപോലെ തന്നെ വഴുതനൊക്കെ ഇരുന്ന് വെച്ചിരുന്നു. അവർ രണ്ടാളും അവരുടെ റിസൾട്ട് കാണിച്ചു തന്നു എന്നുള്ളതാണ്. ഓക്കെ, ഏറെ സന്തോഷമുണ്ട്. കണ്ടോ, എല്ലാ മുളക് തൈയിലും ഓൾറെഡി കായ്ച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സന്തോഷം. ദേഖോ കണ്ടോ, ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ. നമ്മളത് കൊത്തിക്കളച്ചുണ്ടാക്കി. നമുക്ക് ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞത്, നമുക്കൊരു പച്ചക്കറി വാങ്ങണമെങ്കിൽ 1 കിലോ 2 കിലോ ഒക്കെ വാങ്ങണമെങ്കിൽ 50 രൂപ 100 രൂപക്കൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ നമ്മളിതുപോലെ ഇങ്ങനെ കൊത്തിക്കളച്ച് പച്ചപ്പോട് കൂടി നിൽക്കുമ്പോൾ അവർ രാവിലെ തരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ റിസൾട്ടുകൾ, അല്ലെങ്കിൽ വരുന്ന സമയത്ത് അവരുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അവർ നമ്മളോട് ഇങ്ങനെ സംവദിക്കുന്ന പോലെ നമുക്ക് തോന്നിപ്പോകും. കണ്ടോ, എൻ്റെ വാഴക്കുഞ്ഞ് നോക്കിയേ, അടിപൊളിയാണ്. ഓക്കെ, കഴുങ്ങിൻ്റെ തൈകളുണ്ട്. ഇതും ഒരു 1-2 ഹൈറ്റ് വയ്ക്കുമ്പോഴത്തേക്ക് ഫാൻസി കഴുങ്ങാണ്. ഇങ്ങനെ മഞ്ഞ കൊലായിട്ടൊന്നും ഉണ്ടാവും. അതാണ് അതിൻ്റെ റിസൾട്ട്. അങ്ങനെ വരിക. ഇതൊരു കുഞ്ഞ തൈ കൊണ്ടുവന്ന ചോമത്തൈ. നമ്മുടെ നാട്ടിൽ ചിലയിടത്ത് പപ്പായ എന്ന് പറയും, ചില ആളുകൾ കർമ്മൂച്ചി കായ എന്ന് പറയും. ഇതിന് ഓൾമോസ്റ്റ് പേര് എല്ലാവരും അറിയുന്നൊരു പേര് പപ്പായ. കണ്ടോ, മലപ്പുറത്ത് നമ്മുടെ നാട്ടിൽ പറയുന്ന പേര് ഓമക്കായ എന്നാണ്. പിന്നെ എല്ലാവർക്കും എത്രയും കഴിക്കാൻ പറ്റുന്ന നമ്മുടെ നാട്ടു ഭക്ഷണമാണ് മുരിങ്ങക്കൊമ്പ് 3-4 കുത്തി, ഒരു കൊമ്പ് പോയി, ബാക്കി 3 കൊമ്പിലും അത്യാവശ്യം അങ്ങനെ ഇലയും ചെല്ലിക്കായി വരുന്നുണ്ട്. അത് കാണുമ്പോഴൊക്കെ എന്ത് സന്തോഷം എന്നറിയും. ദെൻ മറ്റൊരു പാചകത്തിന് ഉപയോഗിക്കാൻ, നമ്മൾ തോരനൊക്കെ വെക്കാൻ, ചെറിയ അതിൽ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ, നമ്മൾ പയറിലല്ല പയറ്റിൻ്റെ ഇല അരിയുന്ന പോലെ കുനുകുനാന്ന് അരിഞ്ഞ് നല്ല നാളികേരൊക്കെ ചിരകിയിട്ട് അടിപൊളിയായിട്ട് ഒരു ഉപ്പേരി പോലെ വെച്ചാണ്ടല്ലോ, ചോറിങ്ങനെ സൈക്കിൾ പോണ പോലെ പോവും. ഇതിൻ്റെ പേര് ഇംഗ്ലീഷ് ചീര എന്നാണ് എൻ്റെ അറിവുള്ള പേര്. ചിലയിടത്തൊക്കെ അതിർത്തിയിൽ ഇങ്ങനെ കുത്തിയുണ്ടാവും. ഈ വരമ്പത്തൊക്കെ ഇങ്ങനെ കുത്തി പോകുന്ന സാധനമാണ്. പക്ഷേ ഭയങ്കര ഔഷധ ഗുണമാണ്. ഷുഗറിനും അതുപോലെ തന്നെ നമ്മുടെ ഈ കൊളസ്ട്രോള്, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് ഈ ചെടി. നമ്മളെ കമ്പൗണ്ടിൻ്റെ പുറത്താണെങ്കിലും പുഴയിൽ കണ്ടോ എന്ത് രസമുണ്ടാ, വയലേറ്റ് പോകണ്ടോ. എല്ലായിടത്തും സുലഭമായിട്ട് നിൽക്കുന്നൊരു സാധനമാണ്. ഓക്കെ, പിന്നെ കപ്പ. ഞങ്ങളുടെ മലപ്പുറത്ത് പറഞ്ഞാൽ പൂള എന്ന് പറയും, ചിലയിടത്ത് കിഴങ്ങ്, കൊള്ളിക്കിഴങ്ങ് എന്നൊക്കെ പറയും. മലപ്പുറം ഭാഷയിൽ പറഞ്ഞ പക്ക നല്ല പുളക്കിഴങ്ങ്, അടിപൊളി. നല്ലൊരു ഫാൻസി പ്ലാവ് ഇവിടെ ഉണ്ട് കേട്ടോ. മുപ്പര പ്രത്യേകിച്ച് കുള്ളം പ്ലാവ് തന്നെയാണ്. അതൊരു ഈ പറഞ്ഞ പോലെ 2 ഹൈറ്റൊക്കെ വെക്കുമ്പോൾ നല്ല ഉരുളൻ ചക്ക ഉണ്ടാവും. ഉരുളൻ ചക്ക നല്ല മധുരമുള്ള ഒരു ചുളന് കഴിച്ചാൽ തന്നെ ഒരു തേനിൻ്റെ ടേസ്റ്റ് വരുന്ന അത്തരത്തിലുള്ള ഒരു ചക്ക. ഞങ്ങൾക്ക് അവർ ഈ തൈ വാങ്ങാൻ ചെന്നപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് പോയിരുന്നു. അപ്പോൾ അവർ ഓരോന്ന് പരിചയപ്പെടുത്തി തന്നു. ആ ഒരു സാധനമാണ് നിൽക്കുന്നത്. പറഞ്ഞാൽ മതി വരാത്ത, കേട്ടാൽ കൊതി തീരാത്ത മറ്റ് കൃഷിവിശേഷങ്ങളുമായി വീണ്ടും എത്തുന്നത് വരെ എല്ലാവർക്കും നല്ല നമസ്കാരം. കാരണം ഞാൻ ഇവരുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്ന് പോകുന്നതാണ് കേട്ടോ. അത്യാവശ്യമുണ്ട്, എല്ലായിടത്തും ഉണ്ട്. വളരെ അഭിമാനമാണ്. വളരെ സ്നേഹത്തോടു കൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. കലയും കൃഷിയും ഇഷ്ടപ്പെടുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്ത് ഒരു കമൻസ് ഇട്ടേക്കണം. ഓക്കെ, മനുഷ്യൻ ചതിച്ചാലും മണ്ണ് ചതിക്കില്ല, അത്ര മാത്രമാണ്. മണ്ണിനോട് നമ്മൾ കറക്റ്റായിട്ട് ഇടപഴകി സ്നേഹത്തോടു കൂടി പെരുമാറിയാൽ മണ്ണ് നമുക്ക് തിരിച്ചു തരും. ഗിവൻ ടേക്കാണ്. ഓക്കെ, ഞാനൊരാളെ പരിചയപ്പെടുത്താൻ മറന്നു. ഒന്നുകൂടി ഉണ്ട് കേട്ടോ. കണ്ടോ പേര, കണ്ടോ അടിപൊളി പേര. നിലവിൽ ഇപ്പോൾ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ, ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ സ്നേഹത്തോടു കൂടി സ്വന്തം ഇടവേള റാഫി. താങ്ക് യു, ബൈ.